എടുത്തുവച്ച കല്ല് എന്ന മലയോര കുടിയേറ്റ ഗ്രാമം മുഴുവൻ മാലോകരെയും തൻ്റെ സ്നേഹ കരവലയത്തിലൊതുക്കി ഹൃദ്യമായ താരാട്ടുകളോടെ ചേർത്തണച്ച സഹ്യാദ്രി മലനിരകൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാദസ്പർശമേറ്റ് പുളിതമാണ് ഈ പുണ്യഭൂമി. പേര് സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് വലിയ പാറകൾ ഒന്നിനു മുകളിൽ ഒന്നായി ആരോ എടുത്തു വച്ചതുപോലെ ദിവ്യസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങൾ നമ്മെ പരമകാരുണ്യവാരിധിയിലേക്ക് സ്നേഹപ്രഭ ചൊരിഞ്ഞ് ചേർത്തണയ്ക്കുന്നതുപോലെ സഹ്യനാൽ ചുറ്റപ്പെട്ട് ഉരുളൻ കല്ലുകളും ആറ്റുവഞ്ചി ചെടികളും മലയുടെ മടിത്തട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന കൊച്ചരുവികളും അരുവികൾ പുഴകളായി മാറിയും ഹൃദയതന്തുക്കളിൽ അരിച്ചിറങ്ങുന്ന തണുപ്പും ആ കുളിർമയെ മാലോകരിലേക്ക് എത്തിക്കുന്ന വയനാടൻ കാറ്റും ആഘോഷത്തിൻ്റെ നിറരാവുകളിലേക്ക് പകർന്നാടുവാൻ ഇവ നമ്മെ സജ്ജരാക്കുന്നു. തികച്ചും ഒരു കുടിയേറ്റ ഗ്രാമമാണ് എടുത്തുവച്ച കല്ല്. മണ്ണിൽ വിയർപ്പൊഴുക്കി ചുരുക്കൂട്ടിയെടുത്ത സന്തോഷങ്ങളിൽ നിന്നും വിളയിച്ചെടുത്ത സ്നേഹത്തിൻ്റെ പറുദീസ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും കരവിധികൾ വിളിച്ചൊതുന്ന സ്നേഹഭൂമി എടുത്തുവച്ച കല്ല്. പ്രളയവും മഹാമാരികളും നമ്മെ തളർത്തിയില്ല. നാം ഏകോദര സഹോദരങ്ങളെപ്പോലെ അവയെ ചെറുത്തുനിന്നു. ഈ ക്ഷേത്രാങ്കണത്തിലെ മൂർത്തിമദ്ഭാവങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. സഹ്യപർവ്വത മലനിരകളുടെ കരുതലിൽ പുകൾപ്പെട്ട അമ്പലക്കുന്ന് എന്ന കുന്നിന് മുകളിൽ എടുത്തുവച്ച കല്ല് അമ്പലക്കുന്ന് ശ്രീ കിരാത ശിവ പാർവതി ക്ഷേത്രം കുടികൊള്ളുന്നത്. പടിഞ്ഞാറ് ദിശയിൽ ദർശനമായി ഒരേ ബിംബത്തിൽ ശിവപാർവതി ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ച അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ആഭാലവൃന്ദം ജനങ്ങൾക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ക്ഷിപ്രപ്രസാദിയായി അവർ ഈ കുന്നിൻ മുകളിൽ കുടികൊള്ളുന്നു. ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ. നമസ്കാരം. ഓം നമ ശിവായ. ഞാൻ പ്രവീൺ നമ്പൂതിരി, താമരശ്ശേരി കളത്തിലെത്താണ്. ഇവിടെ 11-12 വർഷത്തോളമായി ഈ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട്. ഇവിടെ എല്ലാ മാസവും മലയാള മാസത്തിലെ 30 ശനിയാഴ്ചകളിലാണ് ഇവിടെ പൂജ ഉള്ളത്. ഉള്ളൊരു കിരാത പാർവതി സങ്കല്പമാണ്. കേട്ടിട്ടുള്ളത് ഇവിടെ മുമ്പേ ആദിവാസി സങ്കല്പത്തിലുള്ള ഒരു ദേവനായിരുന്നു എന്നും പിന്നീട് ഇവിടെ മണ്ണൊക്കെ എടുത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റ് അവശിഷ്ടങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ ഒരു സ്വർണ്ണപ്രശ്നം വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കിരാത പാർവതി സങ്കല്പത്തിലാണെന്ന് മനസ്സിലാക്കി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ താന്ത്രികത്വത്തിൽ ആണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഏകദേശം 13 കൊല്ലം ആയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം കിരാത പാർവതി സങ്കല്പമാണ്, ശൈവ സങ്കല്പത്തിലുള്ള കിരാത പാർവതി സങ്കല്പത്തിലാണുള്ളത്. അവിടെ കൂടാതെ 3 തറകളിലായിട്ട് പ്രതിഷ്ഠയുടെ ഇടതുവശത്തായിട്ട് കൊടുങ്ങല്ലൂരമ്മ സങ്കല്പത്തിലും വലതുവശത്തായിട്ട് ഭഗവതി സങ്കല്പത്തിലും പിന്നീട് ശൈവ ഗുരു സങ്കല്പത്തിലുമാണ് 3 തറകളിലുമായിട്ട് പ്രതിഷ്ഠയുള്ളത്, ഉപദേവന്മാരായിട്ടുള്ളത്. അപ്പം എല്ലാ മാസവും മലയാളത്തിലെ 30 ശനിയാഴ്ച, മലയാളത്തിലെ ആദ്യത്തെ ശനിയാഴ്ച 30 ശനിയാഴ്ച രാവിലെയും വൈകുന്നേരവും പൂജയായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് വിശേഷാൽ പൂജയാണ്. അത് 1500 രൂപയാണ് ചീട്ടാക്കുക. അവിടെ വളരെ ചൈതന്യമുള്ളതാണ്. നമ്മളെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് ദേവൻ്റെ പ്രീതിക്കായിട്ട് ചെയ്യുന്ന പൂജയാണ്. വളരെ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഗുണങ്ങൾ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നീട് താഴെ തറ ആയിട്ട് മലദേവ സങ്കല്പങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട സമയം ശിവരാത്രിയിലെ 2 ദിവസമായിട്ടുള്ള ഉത്സവമാണ്. അപ്പം ഈ ഉത്സവാഘോഷങ്ങളൊക്കെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. പിന്നെ ഒരു കുറഞ്ഞ കാലം കൊണ്ട് വലിയൊരു മാറ്റമാണ് ക്ഷേത്രത്തിന് ഉണ്ടായിട്ടുള്ളത്. നല്ല ഭക്തജനങ്ങളും കമ്മിറ്റിക്കാരുടെ സഹകരണം കൊണ്ട്
ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ ദൈവൻ്റെ ചൈതന്യം എല്ലാവർക്കും തന്നെ എല്ലാം അറിഞ്ഞതാണ്. നമ്മൾ വെളിപ്പുറത്തുള്ള ദേവൻ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള ഒരു വിശേഷാൽ പൂജ, പിന്നീട് ചുറ്റുവിളക്ക്, ശിവപാർവതി പൂജ, ഇതൊക്കെ തന്നെ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഭഗവാൻ ചൈതന്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധം ക്ഷമിക്ക ദേവ. വടക്കും നാഥ സർവം നടത്തും നാഥ. പരശുരാമനോടൊത്ത് രജരാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. പരശുരാമനോടൊത്ത് രജരാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. അഭംഗൂരം പൊഴിയും നിൻ പ്രഭയാൽ കൃശിവൂരി, അഭമമാകും തെക്കൻ കൈലമായി എന്നും ശുഭമെങ്ങും വിളങ്ങിടും ശൈലമായി. വടക്കും നാഥ സർവം നടത്തും നാഥ. ശംഖചക്രപ്രതിഷ്ഠയും സൂര്യപുഷ്കരിണിയും ശിവശങ്കര വൈഭവം വാഴ്ത്തും മതിക്കകത്ത്. ശംഖചക്രപ്രതിഷ്ഠയും സൂര്യപുഷ്കരിണിയും ശിവശങ്കര വൈഭവം വാഴ്ത്തും മതിക്കകത്ത്. പ്രദോഷവ്രതവും നോറ്റ് ധൃതാഭിഷേകവും ചെയ്ത് പ്രണമിച്ച് പ്രവേശിപ്പു സുരലോകത്ത് ഭക്തർ പ്രപഞ്ച ദുഃഖാഭിതാൻ. ഓം നമഃ ശിവായ. എടുത്തുവച്ചല്ല അമ്പലക്കുന്ന് ശ്രീ കിരാതശിവപാർവതി ക്ഷേത്രത്തിലെ ക്ഷേത്രം തുടങ്ങാനുണ്ടായ കാരണം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചു അന്നത്തെ കാലത്ത്. പിന്നെ രാത്രി കാലങ്ങളിൽ 26-ാം മൈല്, അടിവാരം, ഈങ്ങാപ്പുഴ എന്ന പ്രദേശങ്ങളിലൊക്കെ പോയി രാത്രി നേരം വൈകി വരുന്ന ആൾക്കാർ വഴി തെറ്റി ഇപ്പം ഇരിക്കുന്ന ഈ അമ്പലക്കുന്നിൻ്റെ മുകളിലെത്താറുണ്ടായിരുന്നു.
അങ്ങനെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ഇപ്പോൾ ഇരിക്കുന്ന അമ്പലക്കുന്നിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന വെള്ളാർമൽ ചെറിയക്കാട്ടും എൻ്റെ പിതാവായിരിക്കുന്ന മേൽക്കോട്ടുപുര സ്വാമിയും പ്ലാത്തോട്ടം അന്നത്തെ ഈ പ്രദേശത്തെ പൂജാരിയായിരിക്കുന്ന പ്ലാത്തോട്ടത്തിൽ ദാമോദരൻ നായരും നെടുക്കണ്ടി കണ്ടമൂപ്പരും ഇങ്ങനെ 4 പേര് കൂടി ഒരു പണിക്കരെടുത്ത് പോയി. പണിക്കരെടുത്ത് പോയപ്പം ഈ പ്രയാസങ്ങൾക്കൊക്കെ കാരണം ഈ മലയുടെ മുകളിൽ പണ്ട് കാലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയിട്ടുണ്ടെന്നും ആ ശിവക്ഷേത്രം പണിത് ദേവനെ ആരാധിച്ചാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറുമെന്ന് കണ്ടു. അങ്ങനെ ഈ പ്രദേശത്ത് വന്ന് നാട്ടുകാരോടെല്ലാം ഇവരെ അറിയിച്ച് പെട്ടെന്ന് തന്നെ കമ്മിറ്റി ഉപയോഗിക്കുകയും വെള്ളംകുളം ചെറിയക്കാട്ടൻ സെക്രട്ടറിയും കോടിക്കുളം ഗോപിയേട്ടൻ അന്നത്തെ പ്രസിഡന്റും ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന ദാമോദരൻ നായരും വട്ടക്കണ്ടി ഉണ്ണികേട്ടനും നെടുക്കണ്ടി കണ്ടനും എൻ്റെ പിതാവായിരിക്കുന്ന മേൽക്കോട് സ്വാമി മറ്റു ചില ആൾക്കാരും കൂട്ടി കമ്മിറ്റി ഉപയോഗിക്കുകയും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ കൊത്തി കൃഷിപ്പണി എടുക്കുന്ന സമയത്ത് മൺപ്രതിമകളും ഒരു ഓട്ടുവിളക്ക് കിട്ടിയതായും കേട്ടിട്ടുണ്ട്. അന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ക്ഷേത്രം ഉണ്ടെന്നുള്ളത്. അങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പെട്ടെന്ന് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ച് അത് ഉടൻ തന്നെ വരുന്നത് ശിവരാത്രിയാണ്. ശിവരാത്രി ആകുമ്പോഴത്തേനും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു. ക്ഷേത്രം പണി ആരംഭിച്ച് ഈ കുഞ്ഞുകണ്ണമുപ്പരെ പറമ്പിൽ നിന്നും കട്ട ഉണ്ടാക്കി തലയിൽ ചുമന്ന് ഈ അമ്പലക്കുന്നിന് മുകളിൽ കൊണ്ടുവന്ന് അമ്പലം ഉണ്ടാക്കി പേർക്കൂര പുല്ലുകൊണ്ട് പേഞ്ഞ് ഒരു ക്ഷേത്രം ഉണ്ടാക്കി. അതിൻ്റെ 21 ദിവസം മുമ്പ് രാവിലെയും വൈകുന്നേരം തിരി വെക്കണമെന്ന് പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പിതാവും ഞാനും കൂടി രാവിലെ 4 മണിക്ക് ഈ കുന്നിൻ മുകളിൽ വന്ന് തിരി വെച്ച് തിരിച്ച് വീട്ടിലെത്തി പോയിരുന്നു. അങ്ങനെ 21-ാം ദിവസം ശിവരാത്രി ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൂജയും നടന്നു. അന്ന് പ്രശ്നത്തിൽ കണ്ടത് ഒരു ജലാശയത്തിനടുത്ത് താലപ്പൊലി വേണമെന്നാണ്. അങ്ങനെ തെറ്റുമൽ കടവ് പുഴയിൽ നിന്ന് ആദ്യത്തെ ശിവരാത്രി ചണ്ടവാദ്യമേളങ്ങളോടും കൂടി താലപ്പൊലി ഇവിടെ വരികയും വിവിധ കലാപരിപാടികൾ, കഥാപ്രസംഗം, നാടകം, കുട്ടികളുടെ ഡാൻസ് എന്ന പരിപാടികൾ കൂടി അന്നത്തെ ശിവരാത്രി, അതായത് 1983 മാർച്ച് 11, 1158 കുംഭമാസം 27-ാം തീയതി വെള്ളിയാഴ്ച പൂർവാദ്യം പങ്കുയോടുകൂടി ആ ശിവരാത്രി ആഘോഷിക്കപ്പെട്ടു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പുല്ല് മേഞ്ഞ അമ്പലം മാറ്റി പണിയണമെന്നും ജനങ്ങൾക്ക് ആവശ്യം വന്നതോടുകൂടി ഒരു സാമ്പൽ പ്രശ്നം വെച്ചു. വട്ടോളി ബസാർ അരവിന്ദ പണിക്കരും പാറമൽ ഭാസ്കരൻ പണിക്കരുടെ നേതൃത്വത്തിൽ താമ്പൂല പ്രശ്നത്തിൽ ക്ഷേത്രം പുതുക്കി പണിയാന്ന് കണ്ടു. അങ്ങനെ ക്ഷേത്രം അന്നത്തെ ക്ഷേത്ര പ്രസിഡന്റ് OK കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പുല്ല് മേഞ്ഞ അമ്പലം മാറ്റി ഒരു കോൺക്രീറ്റ് അമ്പലം പണിയുകയും പിന്നെ ആചാര കർമ്മങ്ങളെല്ലാം നടക്കുകയും ശിവരാത്രിയെല്ലാം നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുതിരക്കാലയിൽ വേലായുധൻ എന്നവരുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടിയിൽ നിന്നും ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരെയും ചെണ്ടക്കാരെയും കൊണ്ടുവന്ന് ശിവരാത്രി നടത്താൻ ആരംഭിച്ചത്. അന്നൊക്കെ ഒരു ദിവസമാണ് ശിവരാത്രി നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഈ കൊയിലാണ്ടി വേലായുധൻ്റെ കെയറോഫിൽ 2 ദിവസം ശിവരാത്രി ആക്കാമെന്നും ആദ്യത്തെ ദിവസം ഇളനീർക്കുല വരവ് എന്നൊരു പരിപാടി ആരംഭിക്കുകയും ചെയ്തു. എല്ലാ വീടുകളും കയറി ഇളനീർക്കുല എടുത്ത് ആദ്യത്തെ ദിവസം വൈകുന്നേരത്തോടുകൂടി ക്ഷേത്രാങ്കണത്തിലെത്തുകയും 2-ാം ദിവസം ക്ഷേത്ര ആചാരങ്ങളും കലാപരിപാടികളും കൂടി ശിവരാത്രി നടത്തുകയും ചെയ്തു. ആ ഇളനീർക്കുല വരവ് ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വിവിധ സമയങ്ങളിലായി ചെമ്പഴുതിയിലെ കൃഷ്ണദാസ് സ്വാമിയും കണ്ണൂരിലെ കുട്ടപ്പസ്വാമി, വിലങ്ങുപാറ തങ്കപ്പസ്വാമി, ഈ 3 പേരും ഇവിടെ ശാന്തി നടത്തിയിട്ടുണ്ട്. പിന്നീട് 2005 സ്വർണ്ണപ്രശ്നം വെക്കാൻ തീരുമാനിക്കുകയും മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയും കൊടുവള്ളി രമേശൻ പണിക്കരും താമരശ്ശേരി വിനോദ് പണിക്കരും കൂടി സ്വർണ്ണപ്രശ്നം വെക്കുകയും ചെയ്തു. 2005 ഒക്ടോബർ 5-ാം തീയതി ബുധനാഴ്ച. ആ സ്വർണ്ണപ്രശ്നത്തിൽ ഇവിടെ 800 വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആരാധിച്ചു പോന്ന ദേവന്മാരാണെന്നും
കാട്ടാള വേഷം ധരിച്ച ശിവപാർവതി ദേവീദേവനും ഭദ്രകാളിയും ഈ ദേവന്മാരെ ആരാധിച്ചിരുന്ന സേവിച്ച് പ്രത്യക്ഷമാക്കിയ ഒരു ആദിവാസി ഗുരു, അതായത് ശൈവാംശത്തിൽപ്പെട്ട ഗുരുവും ഉണ്ടെന്നും ഉപദേവതകളായിട്ട് മധ്യമകർമ്മത്തിൽ ഗുളികനും കുട്ടിച്ചാത്തനും ഉള്ളതായി കണ്ടു. ഗുളികനും കുട്ടിച്ചാത്തനും ഇത് ക്ഷേത്രത്തിൽ നിന്നും വിട്ട് പ്രതിഷ്ഠിക്കണമെന്നും ഈ ക്ഷേത്രത്തിൽ പുതിയ ക്ഷേത്രം തത്വശാസ്ത്രപ്രകാരം പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ക്ഷേത്രം തന്ത്രിയായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രശില്പിയായിട്ട് ബത്തേരി പ്രകാശൻ ആചാര്യയും കണ്ടു. ഇതുവരെ പൂജ നടത്തിയിരുന്ന തങ്കപ്പസ്വാമിക്ക് പകരം മുന്നോട്ട് പൂജ നടത്തുന്നതിനായി ഈ സ്വർണ്ണപ്രശ്നത്തിൽ എന്നെ കാണുകയും ചെയ്തു. അങ്ങനെ ഈ സ്വർണ്ണപ്രശ്ന പ്രശ്നപരിഹാരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തെ ആവാഹിച്ച് മറ്റ് ഒരു ബാലാലയത്തിൽ പ്രതിഷ്ഠിക്കുകയും പിന്നീട് ഈ ക്ഷേത്രം പൊളിച്ച് പുതിയ ക്ഷേത്രം നിർമ്മിച്ച്, അതായത് 2012 മാർച്ച് 29 മകീര നക്ഷത്രത്തിൽ പുതിയ ക്ഷേത്രത്തിൽ ഒരേ ബിംബത്തിൽ കിരാത ശിവപാർവതി ദേവീദേവനെ പ്രതിഷ്ഠിക്കുകയും മറ്റ് ഉപദേവന്മാരെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിന് വിട്ട് താഴെയായി ഗുളികൻ, കുട്ടിച്ചാത്തൻ എന്നീ മധ്യമകർമ്മത്തിലുള്ള ദേവതമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ കഴിഞ്ഞ് 1.5 വർഷക്കാലത്തോളം വീണ്ടും ഞാൻ തന്നെയായിരുന്നു ഇവിടെ പൂജ നടത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പോഴുള്ള നമ്മുടെ പ്രവീൺ നമ്പൂതിരി ഇവിടെ ശാന്തിയായി ചുമതലയേൽക്കുകയും ചെയ്തു. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തസ ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തസ ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ. ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ. അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ. അടിയങ്ങൾ കോടപ്പൂവായേകണേ. തപ്തഹൃദന്തങ്ങളിൽ ഭക്തിയാം നെയ്യുമായി എത്തുന്നു മണിത്തറ മുന്നിൽ ഞങ്ങൾ.
തപ്തഹൃദന്തങ്ങളിൽ ഭക്തിയാം നെയ്യുമായി. ഇതിനിടയിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തിരൂർ പകര പ്രേമമണിക്കലും അരീക്കോട് സനീഷ് പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു താമ്പൂല പ്രശ്നം വെക്കുകയും ഈ താമ്പൂല പ്രശ്നത്തിൽ ഒരു നാഗ സാന്നിധ്യം കണ്ടതായും അതിനായി ഒരു നാഗപ്രതിഷ്ഠ നടത്തണമെന്നും കണ്ടു. കൂടാതെ ശിവരാത്രി കഴിഞ്ഞ് 7-ാം ദിവസം ഗുളികനും കുട്ടിച്ചാത്തനും മാത്രമായിരുന്നു കീഴ്ക്കാവിൽ കർമ്മം നടത്തി പോകുന്നത്. അതുപോരാ എന്നും മലംകുളത്തി മലദൈവങ്ങൾ ഇവരെ ആരാധിച്ച് സേവിച്ച് പ്രതിഷ്ഠമാക്കിയ ഒരു ഗുരു ഇത്രയും പ്രതിഷ്ഠകൾ നടത്തി ആരാധിച്ചു പോരണമെന്നും ഈ താമ്പൂല പ്രശ്നത്തിൽ കണ്ടു. ഈ താമ്പൂല പ്രശ്നത്തിന്റെ വിധിപ്രകാരം ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഒരു നാഗപ്രതിഷ്ഠ നടത്തുകയും മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുകയും കീഴ്ക്കാവിൽ ഈ പറഞ്ഞിരിക്കുന്ന മലദൈവങ്ങളും മലമ്പുറത്തിയും ഗുളികൻ കുട്ടിച്ചാത്തൻ ഗുരു എന്നീ പ്രതിഷ്ഠ നടത്തുകയും ശിവരാത്രി കഴിഞ്ഞ് 7-ാം ദിവസം ഇവിടെ കർമ്മങ്ങൾ നടത്തി പോരുകയും ചെയ്യുന്നു. ഈ അടുത്ത പ്രദേശങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. അതായത് പടിഞ്ഞാറോട്ട് മുകളിലുള്ള ഒരേ ബിംബത്തിൽ ഒരു ദേവി കിരാതശിവനും കിരാതപാർവതിയും കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. അതുകൊണ്ട് ഈ ശിവരാത്രി ദിനത്തിൽ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നാട്ടുകാർക്കും ഈ അമ്പലക്കുന്നിലെ ദേവീദേവന്മാരുടെയും കീഴ്ക്കാവിലെ ദേവീദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമഃ ശിവായ.